മക്കളെ നിങ്ങളുടെ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒരു മണിക്കൂർ മുമ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്കുമാണ് എന്ത് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അതായത് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്കും എന്തുണ്ട് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാം. നാളെ അതായത് ജൂലൈ 2 രാവിലെ 10 മണി മുതലാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. ശ്രദ്ധിക്കുക, ഓൺലൈനായിട്ട് എന്ത് ചെയ്യാം, അപേക്ഷ സമർപ്പിക്കാം. അത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ, ഏതൊക്കെ സ്കൂൾ സീറ്റ് അവൈലബിൾ ആണ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, അതൊക്കെ ജൂലൈ 2 രാവിലെ 9 മണിക്ക്, അതായത് നാളെ രാവിലെ ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് എന്ത് ചെയ്യും, hscap.kerala.government.in എന്നുള്ള വെബ്സൈറ്റിലൂടെ എന്ത് ചെയ്യും, ഗവൺമെന്റ് പുറത്തുവിടും. അപ്പോൾ 9 മണിക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരു വീഡിയോ ചെയ്യും എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ജൂലൈ 2 ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതുവരെ അപേക്ഷിച്ചിട്ട് അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്കും ഇതുവരെ അപേക്ഷിക്കാൻ പറ്റാത്തവർക്കുമാണ് എന്ത് ചെയ്യാൻ പറ്റുക, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മുഖ്യഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയവർക്കും ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ അഡ്മിഷൻ എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിലോ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി എന്ന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തോ ജോയിൻ ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതുമാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ സ്കൂൾ ഇഷ്ടമില്ലാതെ നിങ്ങൾ TC വാങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾ മാനേജ്മെന്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റോ കിട്ടിയിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും നമുക്ക് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിന് ശേഷം, അതായത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം എല്ലാ അപേക്ഷകരും അപേക്ഷാ വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഓപ്ഷനുകൾ ഉൾപ്പെടെ അപേക്ഷയിലെ ലോഗിൻ വിവരങ്ങൾ ഒഴികെയുള്ള ഏത് വിവരവും തിരുത്തൽ വരുത്താൻ സമയം അനുവദിച്ചിരുന്നെങ്കിലും പ്രസ്തുത അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്താതിരുന്നതിനാൽ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടും അലോട്ട്മെന്റ് ലഭിച്ചൊരു പ്രവേശനം വിചാരിക്കപ്പെട്ടവർക്കും സപ്ലിമെന്റ് അലോട്ട്മെന്റിൽ പരിഗണിക്കും. എന്ന് വെച്ചാൽ എന്താടാ, നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ ഓപ്ഷനിൽ എഡിറ്റ് വരുത്താൻ ഒരു സമയം ഉണ്ടായിട്ട് നിങ്ങൾ എഡിറ്റ് വരുത്തിയില്ല, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് എന്ത് ചെയ്യാറ്, തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാതെ, തെറ്റായ വിവരങ്ങൾ അപേക്ഷ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അത് ശരിയാക്കിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നാളെ രാവിലെ 9 മണിക്ക് ഏത് വെബ്സൈറ്റിൽ അറിയാം, hscap.kerala.government.in എന്നുള്ള വെബ്സൈറ്റിൽ അറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് 9 മണിക്ക് സൈറ്റിൽ ഇത് കയറി നോക്കുക. 10 മണിയാകുമ്പോൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ സ്റ്റാർട്ടിങ്. അതിനുശേഷം നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ട് നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്യാതിരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രസിദ്ധീകരിച്ച നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ.